ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കി PV അൻവർ MLA. മുഖ്യമന്ത്രിയെ മറയ്ക്കുള്ളിൽ നിർത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP MR അജിത് കുമാറുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് നിലമ്പൂർ MLA 24നോട് പറഞ്ഞു. എല്ലാം ജനമറിയാൻ വേണ്ടിയാണ് താൻ പരസ്യമായി രംഗത്ത് വന്നതെന്നും PV അൻവർ തുറന്നടിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നപ്പോൾ കാര്യങ്ങൾ സുഗമമായിരുന്നുവെന്ന് സമ്മതിച്ച PV അൻവർ P ശശി മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ധരിപ്പിക്കുന്നില്ലെന്ന് വിമർശിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഒരു മറക്കപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹോം ഡിപ്പാർട്ട്മെന്റും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യം, എൻ്റെ അനുഭവം. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പോലീസിലെ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത് മനഃപൂർവ്വമാണോ എന്ന് പാർട്ടി അന്വേഷിക്കണം. എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ നിയന്ത്രിക്കാനും ഇപ്പോൾ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ നോക്കിക്കാണാനും ഏൽപ്പിക്കപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നു എന്നത് തന്നെയാണ് എൻ്റെയും ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, അത് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ്. എനിക്ക് പറയാനല്ലേ കഴിയൂ ആശ്മി, അതാണ് ഞാൻ പറഞ്ഞത്. തൃശൂർ പൂരം അലങ്കോലമാക്കി BJPക്ക് അനുകൂലമാക്കിയതിൽ MR അജിത് കുമാറിന് പങ്കുണ്ടെന്നതിൽ സംശയമില്ല. പൂരം കലക്കിയത് അവനാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. അത് അന്വേഷിക്കാൻ ഏത് പൊട്ടൻ അന്വേഷിച്ചാലും അത് കണ്ടെത്താൻ സാധിക്കും. പോലീസ് നടപടികൾ ഇടതുപക്ഷത്തിന്റെ 15 ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെടുത്തി. തിരുത്തിയില്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകും. ഒരു 15 ലക്ഷം വോട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിൽ വരേണ്ട വോട്ട് ഈ പോലീസിംഗ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. അടിത്തറയിൽ ചെറിയൊരു ഇളക്കം വന്ന ഈ പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കാനും മനസ്സ് വേദനിക്കുന്ന താഴേക്കടയിലെ പ്രവർത്തകരുടെ മനസ്സിന് ഊർജ്ജം നൽകാനും മാറി നിൽക്കുന്ന പ്രവർത്തകരെ തിരിച്ചെത്തിക്കാനും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭാവി വൃന്ദത്തെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ശേഷിയുള്ള പാർട്ടിയുടെ നേതൃത്വം കേരളത്തിലുണ്ട്. അവരെ ആക്ഷൻ ചെയ്യണം. ആ ആക്ഷനിലേക്ക് കടന്നാൽ താഴേക്കടയിൽ പാർട്ടി പ്രവർത്തകർ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ മുഴുവൻ മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും. അല്ല മറിച്ചാണ് കാര്യമെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇപ്പം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പതിപ്പായിരിക്കും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടന്നാൽ സ്വർണ്ണക്കടത്ത് സംഘവുമായി SP സുജിത് ദാസ്, MR അജിത് കുമാർ എന്നിവർക്ക് ബന്ധമുള്ളതിന് നിരവധി തെളിവ് ലഭിക്കും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം അറിഞ്ഞിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി നേരത്തെ ഇടപെട്ടേനെ എന്നാണ് അൻവറിന്റെ ന്യായീകരണം. പ്രത്യക്ഷത്തിൽ ന്യായീകരിക്കാനാണ് ശ്രമിച്ചതെങ്കിലും ഫലത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ചയിലേക്കാണ് അൻവർ വിരൽ ചൂണ്ടുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി MR അജിത് കുമാർ തുടരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് താനല്ലെന്ന PV അൻവറിന്റെ വാക്കുകളിൽ അതൃപ്തി വ്യക്തം. അന്വേഷണം എന്താകുമെന്ന് കാത്തിരുന്നു കാണാമെന്ന വാക്കുകളിലൂടെ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പുറകെ താൻ ഉണ്ടാകുമെന്ന സംശയമാണ് അൻവർ നൽകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.